നമസ്കാരം. ഏതൊരു സാധാരണക്കാരനും ഇനി ഏത്തർ സ്വന്തമാക്കാൻ സാധിക്കും, അതും ഒരു പെട്രോൾ സ്കൂട്ടറിന്റെ വിലയിൽ. 2025 സെപ്റ്റംബർ മാസത്തിൽ നടന്ന ഏത്തർ എനർജീസിന്റെ കമ്മ്യൂണിറ്റി ഡേയിലാണ് ഏത്തർ അവരുടെ ഏറ്റവും പുതിയ EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാൻ പോകുന്ന, അതായത് ഇലക്ട്രിക് ലൈറ്റ് വെയ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാൻ പോകുന്ന 3 സ്കൂട്ടറുകൾ നമ്മളെ പരിചയപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് അന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ 3 സ്കൂട്ടറുകളിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഏത്തർ EL01 എന്ന പ്രൊഡക്ഷൻ റെഡി മോഡലായിരിക്കും 2026, അതായത് ഈ വർഷാവസാനം ഏത്തർ ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ EL01 എന്ന് തന്നെയായിരിക്കുമോ ഇതിന്റെ പേര് എന്ന് ലോഞ്ച് സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അന്ന് ഇവർ ഈ 3 സ്കൂട്ടറുകൾ പരിചയപ്പെടുത്തിയ സമയത്ത് റെഡെക്സ് എന്നൊരു കോൺസെപ്റ്റ് ബൈക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന വണ്ടിയല്ല കേട്ടോ. റെഡെക്സിനെ കുറിച്ച് പിന്നീട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അടുത്തൊന്നും ആ ബൈക്ക് ഇറങ്ങില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഏത്തറിന് വില കൂടുതലാണെന്ന് പൊതുവെയുള്ളൊരു സംസാര വിഷയമാണ് അല്ലേ? ശരിയാണ്. മറ്റ് EV 2 വീലറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏത്തർ വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരു സാധാരണക്കാരൻ ഇതിന്റെ ഓൺ റോഡ് വില കേൾക്കുമ്പോൾ ഇത് ഉപേക്ഷിച്ച് മറ്റ് വണ്ടികളെ കുറിച്ച് ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് വൈകിയാണെങ്കിലും ഏത്തർ അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം വണ്ടിയിൽ കോസ്റ്റ് കട്ടിംഗ് നല്ല രീതിയിൽ നടത്തി പുതിയ പ്ലാറ്റ്ഫോമിൽ പുതിയ ഡിസൈനിൽ ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ വണ്ടി ഇറക്കാൻ തീരുമാനിച്ചത്. ഈ ഒരു EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന വണ്ടികളിൽ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായി പ്രധാനമായും 2 കാര്യങ്ങളാണ് ഏത്തർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കാര്യം വണ്ടി കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആക്കി എന്നുള്ളതാണ്. അതിനുവേണ്ടി കാര്യമായ മാറ്റം വരുത്തിയിരിക്കുന്നത് ഷാസിയിലാണ്. യൂണിബോഡി സ്റ്റീൽ ഫ്രെയിമാണ് ഷാസിക്ക് വേണ്ടി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ ഫ്രെയിമാണത്. ഏത്തർ 450 സീരീസിലും അതേപോലെ റിസ്റ്റയിലുമൊക്കെ അലൂമിനിയം ഫ്രെയിമായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്. അതേപോലെ ഏത്തറിന്റെ 450 സീരീസിൽ ഇറങ്ങുന്ന വണ്ടികളുടെ ഷാസികൾക്ക് 12 ഫ്രെയിം പാർട്സുകളും റിസ്റ്റയ്ക്ക് 7 ഫ്രെയിം പാർട്സുകളുമാണ് ഉണ്ടായിരുന്നത്. അതേ സ്ഥാനത്ത് EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന വണ്ടികൾക്ക് ഒറ്റ ഫ്രെയിം മാത്രമാണ് ഉള്ളത്. ഇതിലൂടെ 15% വേഗത്തിൽ ഈ വണ്ടികൾ നിർമ്മിക്കാൻ സാധിക്കുകയും അത്രയും ശതമാനത്തിന്റെ നിർമ്മാണ ചിലവ് കുറയുകയും അതേപോലെ വണ്ടിയുടെ ഭാരത്തിലും കുറവുണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇനി ഇവർ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായി രണ്ടാമത്തെ കാര്യം ചെയ്തിരിക്കുന്നത് മോട്ടോറിലാണ്. നമുക്കറിയാം ഏത്തർ 450 സീരീസിലും റിസ്റ്റയിലുമെല്ലാം മിഡ് മൗണ്ടഡ് ബെൽറ്റ് ഡ്രൈവ് മോട്ടോറാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് 2 ബെൽറ്റുകൾ ആവശ്യമായി വരുന്നുണ്ട്. പ്രൈമറി ബെൽറ്റും അതുപോലെ തന്നെ സെക്കൻഡറി ബെൽറ്റും, അതേപോലെ 3 പുള്ളികളും വേണം. മോട്ടോർ പുള്ളിയും ഇന്റർമീഡിയറ്റ് പുള്ളിയും പിന്നെ പിറകിലെ വീലിന്റെ പുള്ളിയും. ഈ ഒരു ഫുൾ സെറ്റിന് മാത്രം 15,000 രൂപയ്ക്ക് മുകളിൽ വിലയും വരുന്നുണ്ട്. പക്ഷേ EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന ഏത്തറിന്റെ വണ്ടികൾക്കെല്ലാം സൈഡ് മൗണ്ടഡ് മോട്ടോറാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ സ്വിംഗ് ആമിൽ മോട്ടോർ ഫിക്സ് ചെയ്ത് വീലിലേക്ക് ഡയറക്റ്റ് ഡ്രൈവ് കൊടുക്കുന്നത് കൊണ്ട് ഈ വണ്ടികൾക്ക് പുള്ളിയുടെയും ബെൽറ്റിന്റെയും ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്കറിയാം ബജാജ് ചേതക്കിലും ഹീറോ മോട്ടോകോർപ്പ് വിഡയിലുമൊക്കെ ഇതേ സിസ്റ്റം തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം മോട്ടോറുകളാണെങ്കിൽ കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള മെയിന്റനൻസും കുറയും. കാരണം ബെൽറ്റും പുള്ളിയും ഒക്കെ മാറുന്നതിനെ കുറിച്ചോ ബെൽറ്റ് പൊട്ടുന്നതിനെ കുറിച്ചോ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഈ EL പ്ലാറ്റ്ഫോം മൊഡ്യൂലാറും സ്കെയിലബിളുമാണ്. അതായത് ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി ഒന്നിൽ കൂടുതൽ വണ്ടികൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നർത്ഥം. കഴിഞ്ഞ വർഷത്തെ കമ്മ്യൂണിറ്റി ഡേയിൽ ഇത്തരത്തിലുള്ള 3 സ്കൂട്ടറുകളാണ് ഏത്തർ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത് ലോങ് റേഞ്ച് നൽകുന്ന മുന്നിലും പിന്നിലും 14 ഇഞ്ചസിന്റെ വീലുകളുള്ള ഒരു മാക്സി സ്കൂട്ടറിന്റെ കോൺസെപ്റ്റ് മോഡലാണ്. രണ്ടാമത്തേത് ഒരു സ്പോർട്ടി സിറ്റി സ്കൂട്ടർ കോൺസെപ്റ്റ് ആണ്. ഷാർപ്പ് ആയിട്ടുള്ള ഡിസൈനിൽ ഇറങ്ങുന്ന ഈ മോഡലിന്റെ മുന്നിലും പിന്നിലും 12 ഇഞ്ചസിന്റെ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തേത് കമ്മ്യൂട്ടർ മോഡലാണ് ഏത്തർ EL01. നമ്മൾ ഇപ്പം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരന് താങ്ങാനാവുന്ന ഏത്തറിന്റെ ഈ വർഷം ഇറങ്ങാനിരിക്കുന്ന വണ്ടി. റിപ്പോർട്ടുകളിൽ പറയുന്നതനുസരിച്ച് ഈ വണ്ടികളുടെ മോട്ടോർ പവറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 4 കിലോവാട്ട് റേറ്റഡ് പവറും മോഡലുകളും വേരിയന്റുകളും അനുസരിച്ച് 5.5 കിലോവാട്ട് മുതൽ 6.5 കിലോവാട്ട് വരെ പീക്ക് പവർ നൽകാൻ സാധിക്കുന്ന PMS മോട്ടോറാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റി കമ്മ്യൂട്ടിംഗ് മോഡലിന് ഹബ് മോട്ടോറിന്റെ സാധ്യതയെക്കുറിച്ചും പറയുന്നുണ്ട്. എന്തായാലും അതെല്ലാം നമുക്ക് ലോഞ്ച് സമയത്ത് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വേരിയന്റുകൾ അനുസരിച്ച് 80 മുതൽ 90 km/h വരെയായിരിക്കും ഈ വണ്ടികളുടെ ടോപ്പ് സ്പീഡ്.
അതേപോലെ 2 കിലോ വാട്ട് അവർ മുതൽ 5 കിലോ വാട്ട് അവർ വരെയുള്ള LFP കെമിസ്ട്രിയിൽ വരുന്ന ലിഥിയം അയൺ ബാറ്ററികളായിരിക്കും ഈ പറഞ്ഞ വണ്ടികളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് റേഞ്ച് ലഭിക്കുന്നത് ഓരോ വേരിയന്റുകളിലെയും ബാറ്ററി പാക്കിനനുസരിച്ചായിരിക്കും. 2 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള വേരിയന്റിന് ഒരു ഫുൾ ചാർജിൽ 70 മുതൽ 80 കിലോമീറ്റർ വരെ റേഞ്ച് പ്രതീക്ഷിക്കാം. 3.5 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള വേരിയന്റ് ആണെങ്കിൽ ഒരു ഫുൾ ചാർജിൽ 100 മുതൽ 120 കിലോമീറ്റർ വരെ റേഞ്ച് പ്രതീക്ഷിക്കാം. അതേപോലെ 5 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള വേരിയന്റ് ആണെങ്കിൽ ഒരു 160 മുതൽ 180 കിലോമീറ്റർ വരെ റേഞ്ചും നമുക്ക് പ്രതീക്ഷിക്കാം. ചാർജറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് പുതിയ പ്ലാറ്റ്ഫോമിൽ ഏത്തർ വരുത്തിയിരിക്കുന്നത്. പേറ്റന്റഡ് AC/DC മൊഡ്യൂളിൽ വരുന്ന ഓൺബോർഡ് ചാർജിംഗ് സിസ്റ്റമാണ് ഏത്തർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വലിയൊരു ചാർജർ ബോക്സും അതിന്റെ കേബിളും ഒന്നും തൂക്കി നടക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം വണ്ടിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബിൽറ്റ് ഇൻ കേബിൾ സ്റ്റോറേജ്. അണ്ടർ സീറ്റ് സ്റ്റോറേജിൽ ചാർജർ വെച്ച് കഴിഞ്ഞാൽ സ്ഥലം മുഴുവൻ തീരുമെന്നുള്ളൊരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, അല്ലേ? എന്തായാലും ആ കാര്യത്തിന് ഒരു പരിഹാരമായിരിക്കുകയാണ്. EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന വണ്ടികളെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് സ്മാർട്ട് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഇവർ വിട്ടുവീഴ്ച ചെയ്തിരിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ടാവും. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറായിട്ടില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്തർ സ്റ്റാക്ക് 7.0 ഈ വണ്ടികളെല്ലാം ഓടുന്നത്. ഇതിൽ ADAS ഉണ്ട്, അതായത് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം. പക്ഷേ ബേസിക് കാര്യങ്ങളാണ്. കൊലിഷൻ അലേർട്സും അതുപോലെ തന്നെ പാത്തോൾ അലേർട്സും. നമുക്കറിയാം, നമ്മുടെ മുന്നിലുള്ള വണ്ടികളെ നമ്മൾ പോയി ഇടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊരു അലേർട്ട് ലഭിക്കും. അതാണ് കൊലീഷൻ അലേർട്ട്. അതേപോലെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ മുന്നിൽ വല്ല കുണ്ടും കുഴിയും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്കൊരു അലേർട്ട് ലഭിക്കും. അതാണ് പാത്തോൾ അലേർട്ട്. സാധാരണ ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കാറിലാണ് കണ്ടുവരാറുള്ളത്. പക്ഷെ ഇപ്പൊ ഇതെല്ലാം സ്കൂട്ടറിലും വരാൻ തുടങ്ങിയിരിക്കുന്നു. എന്താല്ലേ? പിന്നെയുള്ളത് AEBS ആണ്, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് ബ്രേക്കിംഗ് സിസ്റ്റം. പിന്നെ സ്മാർട്ട് ക്രൂയിസ് കൺട്രോളും. വേരിയന്റുകൾ അനുസരിച്ച് 5 ഇഞ്ചസ് മുതൽ 7 ഇഞ്ചസ് വരെയുള്ള TFT ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എല്ലാ വണ്ടികളിലും ടച്ച് അല്ല കേട്ടോ, ടോപ്പ് മോഡലിന് മാത്രമാണ്. ബേസ് വേരിയന്റുകൾക്ക് സിംപ്ലിഫൈ ചെയ്ത ഗ്ലാർ ഫ്രീ ഡീപ് വ്യൂ ഡിസ്പ്ലേ ലേഔട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗൂഗിൾ മാപ്പ് നാവിഗേഷനും AI പവർഡ് വോയിസ് അസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം സംസാരിച്ച സ്മാർട്ട് ഫീച്ചേഴ്സുകളിൽ കൂടുതലും ടോപ്പ് എൻഡ് വേരിയന്റിൽ മാത്രമായിരിക്കും ലഭിക്കുന്നത്. സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുന്നിൽ ടെലിസ്കോപ്പിക്കും പിന്നിൽ മോണോഷോക്ക് അബ്സോർബറുമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു മോഡലിന് മുന്നിൽ 14 ഇഞ്ചസിന്റെ വീലും പിറകിൽ 12 ഇഞ്ചസിന്റെ വീലുമാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് ബ്രേക്ക് മുന്നിൽ മാത്രമാണുള്ളത്, പിറകിൽ ഡ്രം ബ്രേക്ക് ആണ്. പിന്നെ ഈ EL പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന വണ്ടികളുടെ മറ്റൊരു പ്രത്യേകത, അത് സത്യം പറയുകയാണെങ്കിൽ കസ്റ്റമർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതായത് ഓരോ 10,000 കിലോമീറ്ററിലും മാത്രം നമ്മൾ സർവീസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. നിലവിലെ ഇവരുടെ വണ്ടികളിൽ ഓരോ 5,000 കിലോമീറ്ററും കൂടുമ്പോഴാണ് നമ്മൾ സർവീസ് ചെയ്യേണ്ടത്. എന്തായാലും സർവീസ് സെന്ററിൽ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ആ ഒരു ഗ്യാപ്പ് ഇരട്ടിയാവും. സർവീസ് കോസ്റ്റ് പകുതിയാവുകയും ചെയ്യും. വളരെ നല്ലൊരു കാര്യം തന്നെ. ഈ വണ്ടികളുടെ വിലയൊന്നും കമ്പനി ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലെങ്കിലും വേരിയന്റുകൾ അനുസരിച്ച് പ്രതീക്ഷിക്കുന്ന എക്സ്ഷോറൂം വില 1 ലക്ഷം രൂപ മുതൽ 1,50,000 രൂപ വരെയായിരിക്കും. എന്തായാലും ഏത്തർ EL01 എന്ന ഈ ഒരു മോഡൽ ഇതേ പേരിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ ഈ വർഷാവസാനം തന്നെ ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ ഇന്ത്യൻ റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് 2 സ്കൂട്ടറുകൾ അടുത്ത വർഷം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. EL പ്ലാറ്റ്ഫോമിൽ വണ്ടികൾ ഇറങ്ങുന്നതോടുകൂടി വിൽപ്പനയിൽ ഏത്തർ 1ാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. റെഡ് എക്സ് ബൈക്കിന് ഇനിയും നമ്മൾ ഒരുപാട് വർഷം കാത്തിരിക്കേണ്ടിയും വരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.